നിങ്ങൾക്ക് ചുറ്റിലുമുള്ള ചില വ്യക്തികൾ ഇത്തിക്കണ്ണി പോലെയാണ്. ചുറ്റിപ്പിടിക്കുന്നതും നിങ്ങളിലായിരിക്കും, എന്നിട്ട് നിങ്ങളുടെ രക്തം ഊറ്റിക്കുടിക്കുന്നുമുണ്ടായിരിക്കും. ജീവിതം നമ്മളുമായി എപ്പോഴും മത്സരത്തിലായിരിക്കും. എല്ലായ്പ്പോഴും പുതിയ സൂര്യോദയം സമ്മാനിച്ച നമ്മുടെ പ്രായത്തെ നമ്മളിൽ നിന്ന് ജീവിതം തട്ടിപ്പറിച്ചെടുക്കുന്നു. എന്നാൽ ഈ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. നിങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ഒരിക്കലും മറ്റുള്ളവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കരുത്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിച്ചു നോക്കിയേ ഈ ലോകം മുഴുവൻ നിങ്ങൾക്കെതിരാകുന്നത് കാണാം. നിങ്ങൾ ജീവിതത്തിൽ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും അപവാദങ്ങളുടെ ഒരു ഭാണ്ഡം തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവർ ചാർത്തി തന്നിട്ടുണ്ടാകും. അതിനാൽ തന്നെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാതെയും അവർ പറയുന്നത് ശ്രദ്ധിക്കാതെയും സ്വന്തം നേട്ടങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും വേണ്ടി പ്രയത്നിക്കുക. ഈ ലോകത്തിലെ 80% ആളുകളും മറ്റുള്ളവരെ കോപ്പിയടിക്കാൻ പ്രാവീണ്യമുള്ളവരാണ്. എന്നിട്ട് അവർ സ്വയം വിളിച്ചു പറയും, ഞങ്ങൾ കാരണമാണ് അവർ ആ നേട്ടങ്ങളൊക്കെ നേടിയെടുത്തതെന്ന്. ഇത്തരക്കാരെ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ യാത്രയിൽ കൂടെ കൂട്ടരുത്. നിങ്ങൾ ഈ ലോകത്തെ മാറ്റാൻ ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾ തോറ്റു പോവുകയേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ സ്വയം മാറാൻ ശ്രമിച്ചു നോക്കിക്കേ, ഈ ലോകവും അതിനനുസരിച്ച് മാറുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒരുപാടൊന്നും ആലോചിച്ച് വിഷമിച്ചിരിക്കരുത്. നിങ്ങൾക്കും ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. ജീവിതത്തിന്റെ സത്യാവസ്ഥ എന്തെന്നാൽ, ചിലർ നമ്മളെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പ്രാപ്തിയുള്ളവരാക്കുമ്പോൾ മറ്റു ചിലർ നമ്മളെ നശിപ്പിക്കാനും ശ്രമിക്കുന്നു. ഇവിടെ ഒരു കാര്യം മാത്രം ചെയ്യുക. ആരാണോ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നത് അവരോടൊപ്പം നിൽക്കുക. ആരാണോ നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവരോട് ക്ഷമിച്ച് അവരെ എന്നേക്കുമായി മറന്നു കളയുക. ദരിദ്രൻ മരിച്ചാൽ ചോദിക്കാൻ ഒരാൾ പോലും ഉണ്ടാകില്ല. എന്നാൽ പണക്കാരന്റെ കാലിൽ ഒരു ചെറിയ മുള്ളു കുത്തിയാലും സുഖവിവരം തിരക്കാൻ 10,000 ആളുകളുണ്ടാകും. ജീവിതത്തിന്റെ പകുതി സമയവും പണമുണ്ടാക്കാനുള്ള ഓട്ടത്തിലായിരിക്കും നിങ്ങൾ. പണമുണ്ടായപ്പോൾ ആ ഓട്ടം മൂലം സംഭവിച്ച ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമാകും നിങ്ങളുടെ കൂട്ടിന്. അതിനാൽ തന്നെ പണമുണ്ടാക്കാനുള്ള ഓട്ടപ്പാച്ചിലിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ആസ്വദിക്കാൻ മറന്നു പോകരുത്. ചിലർ നിങ്ങളോട് മധുരമായി സംസാരിക്കുന്നുണ്ടാകും. ചിലർ നിങ്ങളെക്കുറിച്ച് കയ്പേറിയ വാക്കുകൾ പറയുന്നുണ്ടാകും. ചിലർ നിങ്ങളോട് മാന്യമായി പെരുമാറുന്നുണ്ടാകാം. മറ്റു ചിലർ നിങ്ങളോട് മോശമായും. അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് നിങ്ങൾ നിങ്ങളുടെ സമയത്തെ നഷ്ടപ്പെടുത്തി കളയരുത്. കാരണം ഈ ലോകം അങ്ങനെയാണ്, ഈ ലോകത്തുള്ളവരും അങ്ങനെയാണ്. ഇത്തരത്തിലുള്ള ലോകത്ത് നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾ വിവേകശാലിയായിരിക്കുക തന്നെ വേണം. എല്ലാവരുടെയും യഥാർത്ഥ മുഖം നിങ്ങൾക്ക് മനസ്സിലാവുക തന്നെ വേണം. അതുകൊണ്ടാണ് പറയുന്നത് ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കണമെന്ന്. കാരണം എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾ ജീവിതത്തിൽ ഒറ്റയ്ക്കാവും. നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങളിൽ നിന്ന് അകലുമ്പോൾ തീർച്ചയായും നിങ്ങൾ ഒറ്റപ്പെടും. നിങ്ങളെ ഉപേക്ഷിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരെ ഒരിക്കലും നിങ്ങൾ ചേർത്ത് നിർത്തരുത്. പകരം അവരെ യാത്രയാക്കി വരിക. അല്ലാതെ നിങ്ങൾ അവരെ സ്നേഹിച്ചാൽ, ബഹുമാനിച്ചാൽ ഈ ലോകത്ത് ആരും നിങ്ങളെ സ്നേഹിക്കില്ല, ബഹുമാനിക്കില്ല. നിങ്ങളുടെ മൂല്യം എന്തെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ലോകവും അത് മനസ്സിലാക്കൂ. ഓർമ്മ വയ്ക്കുക, കൂടെ നിന്ന് ചതിക്കുന്നവരുടെ കൂടെ കൂട്ടുക എന്നതിനർത്ഥം നിങ്ങൾ നിങ്ങളെ നാശത്തിലേക്ക് തള്ളിയിടുന്നു എന്നത് തന്നെയാണ്. ബന്ധങ്ങൾ നിങ്ങളുടെ മനസ്സിലാണെങ്കിൽ അത് എത്ര പൊട്ടിച്ചെറിയാൻ ശ്രമിച്ചാലും നിങ്ങൾക്കതിന് കഴിയില്ല. പകരം ബന്ധങ്ങൾ നിങ്ങളുടെ തലച്ചോറിലാണെങ്കിൽ എത്ര ശ്രമിച്ചാലും അവയെ പരസ്പരം കൂട്ടിച്ചേർക്കാനും കഴിയില്ല. ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്നെ ചതിച്ചവരോട് എനിക്ക് യാതൊരു പരാതിയുമില്ല, പക്ഷേ എന്നെ ചതിക്കാൻ കൂട്ടുനിന്നവർ എൻ്റെ കൂടെയുള്ളവരായിരുന്നു എന്നതിലാണ് വിഷമം എന്ന്. ഈ ലോകത്ത് ഏറ്റവും വലിയ പ്രശ്നം നല്ലൊരു മനസ്സുണ്ടായിരിക്കുക എന്നതാണ്. ചിരിച്ചുകൊണ്ട് ചതിക്കുന്നവരായിരിക്കും നിങ്ങൾക്ക് ചുറ്റിലും ഒരുപക്ഷെ ഉണ്ടായിരിക്കുക. എല്ലാവർക്കും മറ്റുള്ളവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ അറിയാം. എന്നാൽ സ്വയം അവർ എങ്ങനെയാണ് എന്ന് ഒരാൾക്കും അറിയില്ല. ഈ ലോകത്ത് നിങ്ങൾ പണമുണ്ടാക്കാൻ ശ്രമിച്ചു നോക്കൂ. ബന്ധങ്ങളുടെ ഒരു കോട്ട തന്നെ ചുറ്റിലും ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാനാകും. എന്നാൽ ആ ബന്ധങ്ങളുടെ കോട്ടയിൽ ഒരിക്കലും നിങ്ങൾ അഹങ്കരിക്കരുത്. അവിടെ നിങ്ങൾ അഹങ്കരിച്ചാൽ അത് നിങ്ങളെ സമ്പൂജ്യനാക്കും. മഞ്ഞുകാലത്ത് സൂര്യന്റെ ചൂടിനായി കാത്തിരിക്കുന്നവർ ചൂട് കാലത്ത് സൂര്യന്റെ ആ ചൂടിനെ ശപിക്കുകയും ചെയ്യും. എപ്പോഴും ഓർക്കുക, ആളുകളുടെ സ്വഭാവം മാറി മറിയാൻ അധികം സമയമൊന്നും വേണ്ട എന്ന കാര്യം. നിങ്ങളെ ആവശ്യമുള്ളിടത്തോളം കാലം മാത്രമേ മറ്റുള്ളവർ നിങ്ങളെ കൂടെ നിർത്തൂ. അതിനാൽ തന്നെ മറ്റുള്ളവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഉപകരണമാകാതെ സ്വയം മുന്നോട്ടു പോകാൻ ശ്രമിക്കൂ. എനിക്ക് ചിരിക്കാനാണ് തോന്നാറുള്ളത് എൻ്റെ കൂടെ നിന്ന് എന്നെ ചതിക്കുന്നവരെ കുറിച്ചോർത്ത്.
എന്നാൽ അവർക്കൊരിക്കലും അറിയില്ല അവരെക്കുറിച്ച് എല്ലാം എനിക്കറിയാം എന്ന കാര്യം. ശരിയായ സമയത്ത് നമ്മളെ വിജയത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നവർ, നമ്മളെ തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നവർ, അങ്ങനെയുള്ളവരെ നമുക്ക് ജീവിതത്തിൽ വളരെ അപൂർവമായി മാത്രമേ ലഭിക്കാറുള്ളൂ. അങ്ങനെ ലഭിച്ചവർ ശരിക്കും ഭാഗ്യം ചെയ്തവർ തന്നെയാണ്. അതിനാൽ തന്നെ അത്തരത്തിൽ നിങ്ങളോടൊപ്പം കൂടെ നിൽക്കുന്നവരെ ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പഠിക്കുക. മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പഠിച്ചാൽ നിങ്ങൾ ഒന്നുമല്ലാതാകും. നിങ്ങൾ ഏത് ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നത് ഒരാളെയും ബാധിക്കുന്ന വിഷയമല്ല. അതിനാൽ തന്നെ നിങ്ങൾ സ്വയം നിങ്ങളുടെ ജീവിത സാഹചര്യം മാറ്റാൻ ശ്രമിക്കുക തന്നെ വേണം. നിങ്ങളുടെ ജീവിത സാഹചര്യം മാറ്റാൻ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ചിന്താഗതികളെ മാറ്റേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങൾ നിങ്ങളെയും. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ കാൽച്ചുവട്ടിലാക്കാം.